വിവാഹം വിശുദ്ധമായ ഉടമ്പടിയാണ്. മാരേജ് ഈസ് എ ഹോളി കവനൻറ്റ്. വിവാഹം ദൈവമാണ് സ്ഥാപിച്ചിരിക്കുന്നത്, കുടുംബം ദൈവമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവം തമ്പുരാൻ ഒരിക്കലും തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പം ദൈവം തൻ്റെ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി കുടുംബങ്ങളായിട്ട് ദൈവം സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ ഒരു കുടുംബത്തിനകത്ത് മക്കൾ, അടുത്ത തലമുറ സേഫായിട്ട് അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് ആ കോട്ടയ്ക്കകത്ത് വളർന്ന് അവർ ദൈവത്തിനും അവനവനും ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹമാക്കി മാറ്റാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദ പർപ്പസ് ഓഫ് മാരേജ് ഈസ് to live together and bring forth children and be a blessing to everyone. ദൈവത്തെ അറിയുന്ന കുടുംബത്തെ ഭൂമിയിൽ സൃഷ്ടിച്ച് അപ്പോൾ നല്ല കുടുംബങ്ങൾ ഒരു നല്ല രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുക്കും. ദൈവത്തിന് പരിശുദ്ധാത്മാ പറയുന്ന കുടുംബ ജീവിതത്തിലേക്ക് കയറുമ്പോൾ വിവാഹത്തിന് വലിയ പ്രസക്തിയുണ്ട്. വിവാഹം വിശുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലയളവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. ഞാനൊരു വക്കീലായതുകൊണ്ട് പല ഡിവോഴ്സ് കേസസും പണ്ട് എടുക്കാറുണ്ടായിരുന്നു. പലപ്പോഴും കേസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കൂടാൻ എങ്ങനെയെങ്കിലും ഒക്കുമെങ്കിൽ ആയിക്കോട്ടെ എന്ന്. അത് പക്ഷെ ഒരിക്കലും നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു സൈഡും മറ്റേ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ആവശ്യമില്ലാത്ത നുണയെല്ലാം പറഞ്ഞുണ്ടാക്കി വെക്കും. പിന്നെ ലാസ്റ്റിലുള്ളതിൽ കൂടുതൽ പ്രശ്നമായി അഴിഞ്ഞു പോകുന്നതായിട്ടാണ് കണ്ടത്. അതോടുകൂടി അങ്ങനെയുള്ള കേസുകൾ എടുക്കുന്നത് ഞാൻ നിർത്തിവെച്ചു. ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് has become very common. ഒരു നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഒത്തിരി ഡിവോഴ്സ് നടക്കുന്നതായിട്ട് നമുക്കുണ്ട്. 1 in 3 ഈസ് ദെയർ. ആക്ച്വലി 3 പേരിൽ ഒരെണ്ണത്തിന് ഡിവോഴ്സ് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അത്രമാത്രം ഡിവോഴ്സ് നടക്കുന്ന ഒരു അളവിലാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. മാറ്റമില്ലാത്ത സത്യം വിളിച്ചു പറയുകയാണ്, വിവാഹം വിശുദ്ധമാണ്. അത് ചെറുതായിട്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, വിവാഹം വിശുദ്ധമാണ് എന്ന് ദൈവം കാണുന്നെങ്കിൽ അതിനു മുൻപേ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കണം. എന്താണ് വിവാഹമെന്നും നമ്മൾ ആ വിവാഹത്തിന് എൻ്റർ ചെയ്യുമ്പം അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം, ദൈവം കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ നമ്മളെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. പലപ്പോഴും അത് സാധിക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും സത്യം വിളിച്ചു പറയണമല്ലോ. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഈ വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നു. ഇപ്പം പരീശന്മാർ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 19:6 നമ്മൾ കാണുന്നുണ്ട്. പരീശന്മാർ വന്നിട്ട് 19:6 തൊട്ടിങ്ങനെയാണ്. 19:3 തൊട്ട് വായിക്കുകയാണ് ഞാൻ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ചോദ്യം ചോദിച്ചത് പരീശന്മാരാണ്, ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി. ദൈവം വിവാഹമോചനത്തിന് അല്ലെങ്കിൽ ഡിവോഴ്സിന് സമ്മതിക്കുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് ചോദ്യം? ഇങ്ങനെയാണ്, ഏത് കാര്യം പറഞ്ഞിട്ടാണ് ഒരു ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒക്കുന്നത്? ദൈവം പറഞ്ഞില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ മോശയുടെ കാലത്ത് അങ്ങനെ ഒരു നിയമം എഴുതാതെ. മോശയുടെ കാലത്ത് എഴുതിയതിൻ്റെ റീസൺ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലമാണ് ദൈവം അങ്ങനെ എഴുതി വെച്ചത്. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആദത്തിന് അവ്വ ഒരാൾ മാത്രമാണ് സൃഷ്ടിച്ചത്. അങ്ങനെയാണ് ദൈവം, അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ. അതിൽ നിന്ന് മാറ്റമില്ല, ഇന്നും മാറ്റമില്ല. ദൈവവചനത്തിന് തെറ്റുപറ്റത്തില്ല. നമ്മളോട് ദൈവം പറയുന്നു, ദൈവം യോജിപ്പിച്ചതായിരിക്കണം വിവാഹം. അപ്പം ദൈവം യോജിപ്പിച്ചെങ്കിൽ നമ്മൾ വിവാഹത്തിന് മുൻപേ ദൈവത്തോട് ചോദിക്കണം. ചിലപ്പോഴൊക്കെ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ച് ചോദിച്ചിട്ട് വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചാലും മക്കൾ ഇപ്പോഴത്തെ കാലത്ത് അവരവർക്ക് ഇഷ്ടമുള്ള പുരുഷനെയോ സ്ത്രീയോ സ്വീകരിച്ചിട്ട്
വിവാഹം കഴിക്കുകയും ഡിവോഴ്സുമായിട്ട് വരികയൊക്കെ ചെയ്യുന്നു. അപ്പം അറേഞ്ച്ഡ് മാരേജ് ആണോ അതല്ല ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ കണ്ടുള്ള മാരേജ് ആണോ, ഇതൊന്നും അല്ല പ്രസക്തി. നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ചോദിച്ച് വാങ്ങിക്കണം. ദൈവമേ, അതിന് സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കാവുന്നത്, എന്നോട് ഇന്നലെ 2 പിള്ളേർ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുമായിരുന്നു, അവർ ഭാര്യ ഭർത്താവ് കല്യാണം കഴിക്കുന്നതിന് മുൻപേ അവരൊരു പേപ്പർ എടുത്തിട്ട് എങ്ങനെയുള്ള കൊച്ചനെ ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടത് എന്ന് ഡീറ്റെയിൽഡായിട്ട് അവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ അവിടെയുള്ള പാസ്റ്റർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരൊരു പേപ്പർ എടുത്തിട്ട് അവർക്ക് വേണ്ട ആ ഗുണങ്ങളെല്ലാം, ഓരോ ഗുണങ്ങളും അവർക്ക് വേണ്ടതെല്ലാം എഴുതി വെച്ചിട്ട് അവരെഴുതി വെച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുക്കൻ വിവാഹത്തിന് വേണ്ടി ആലോചിച്ചിട്ട് കല്യാണാലോചന വന്നിട്ട് കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് മുമ്പ് പെൺകൊച്ച് വേണ്ടാന്ന് പറഞ്ഞ് മാറിപ്പോയി. അപ്പോൾ അവന് ഒത്തിരി സങ്കടമായിട്ട് ഈ പറഞ്ഞ പാസ്റ്റർ നിങ്ങൾക്ക് ആർക്ക് വേണമെന്ന്, ഏത് പുരുഷനെ വേണമെന്നുള്ള എഴുതി പ്രാർത്ഥിക്കുന്ന ആ പാസ്റ്ററിനോട് വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ കല്യാണം ആലോചിച്ചത് മാറിപ്പോയി, പാസ്റ്ററിന് വല്ലവരെ അറിയാമോ, ദൈവത്തെ അറിയാവുന്ന ഒരാളെ എനിക്ക് വിവാഹം കഴിക്കാൻ കിട്ടും. എനിക്ക് ചോദ്യം തന്നെ, ദൈവത്തെ അറിയാവുന്ന ഒരാളെ എനിക്ക് കിട്ടുമോയെന്ന്. അങ്ങനെ ഈ പാസ്റ്റർ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പാസ്റ്ററിൻ്റെ പള്ളിയിൽ തന്നെയുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ ഈ കൊച്ചൻ പരിചയപ്പെടുകയും അവസാനം ഇവരുടെ കല്യാണത്തിന് വേണ്ടി ഒരു തീരുമാനിക്കുമ്പം പാസ്റ്ററിനൊരു സംശയം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നീ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല നിനക്ക് എങ്ങനെയുള്ള കൊച്ചനെ വേണമെന്ന്, ആ എഴുതിയ പേപ്പർ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. അവന് പെൺകുട്ടി എടുത്തുകൊണ്ട് വന്ന പേപ്പർ, അവൾ എഴുതിയ പേപ്പറിനകത്ത് അവൾ ആദ്യം എഴുതിയിരിക്കുന്നത് ദൈവത്തെ അറിയുന്ന ഒരു പുരുഷനായിരിക്കണം, പിന്നെ അവൾക്ക് വേണ്ട ക്വാളിറ്റീസ്, പിന്നെ നീളമുള്ള ആളായിരിക്കണം, പണം ഉണ്ടാക്കാൻ ആവശ്യത്തിന് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഇല്ലാതെ നോക്കാൻ കഴിയുന്നതാണ്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ അവൾ എഴുതി വെച്ചു. അപ്പോൾ ആ പാസ്റ്റർ നോക്കി, അവൾ എഴുതിയിരിക്കുന്ന ഓരോ പോയിൻറ്റിനും ഉത്തരം കണ്ടിരിക്കുന്നത് പോലെ അപ്പുറത്തെ കൊച്ചനിലെ സ്വഭാവം ആ പാസ്റ്റർ കണ്ടു. എന്താ ഞാൻ പറയുന്നതിനർത്ഥം, വിവാഹം കഴിക്കുന്നതിന് മുൻപേ ദൈവത്തോടാണ് ചോദിക്കുന്നതെങ്കിൽ ആ കൊച്ചൻ്റെ കല്യാണം ആലോചിച്ചതുപോലും മാറ്റി വെച്ച് ഈ പെൺകുട്ടി എഴുതിയ ഡീറ്റെയിലിന് പറ്റിയ ഒരു കൊച്ചനെ ദൈവം കൊണ്ട് കൊടുത്തെങ്കിൽ എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, ഈ കൊച്ചൻ വിളിച്ചേച്ച് പറഞ്ഞു, ആ ഒരാളുടെ പേര് പോലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ബെന്നിഹിൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ വിവാഹത്തിന് മുമ്പേ ഞാൻ ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും പേര് ഈ ബൈബിൾ കോഡ് അറിയാമെങ്കിൽ എൻ്റെ ഭർത്താവ് ആരായിരിക്കണം എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് നോ ഹൗ ടു റീഡ് ദ കോഡ്. നമ്പേഴ്സ് അനുസരിച്ചാണല്ലോ ഈ ഹീബ്രു ലാംഗ്വേജ് വായിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും പാർട്ട്നേഴ്സ് ആരായിരിക്കണം എന്ന് പോലും അറിയുമ്പോൾ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിഷ്ടം പോലെ മാറ്റിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പുരുഷനൊരു സ്ത്രീ, പിന്നെ ഒരു കണ്ടീഷനുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാണെന്നും അവരപ്പനും അമ്മയുടെ കൂടെ നിൽക്കാതെ മാറി താമസിച്ച് പുതിയ ജീവിതം തുടങ്ങണം. യഹൂദന്മാരുടെ കാലത്ത് അവർ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ ഇപ്പോഴും കഴിഞ്ഞാൽ ഒന്നിച്ച് നിൽക്കത്തില്ല, അവരുടനെ തന്നെ വേറെ വീട് വെക്കും. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കൻ പോയി വേറെ വീട് പണിതിട്ട് ആ വീട് പൂർത്തിയാക്കുമ്പോഴാണ് ഈ പെങ്കൊച്ചിനെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത്. വളരെ നിർബന്ധമാണ് ആ കണ്ടീഷൻസ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആൺമക്കൾ ദൈവത്തെ വിളിക്കുന്നവരും ദൈവത്തിന് ആത്മാവിൽ ഭവനം പണിയാൻ കഴിവുള്ളവരും ആക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിവുള്ള പെൺമക്കളെ കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിയോഗിച്ചത്, സ്വർഗത്തിൽ നിയോഗിച്ച പുരുഷനും സ്ത്രീയുമാണ് ചേർന്നതെങ്കിൽ പിശാച് തള്ളപ്പെടുത്താൻ നോക്കും. പക്ഷേ എൻ്റെ മനസ്സാത്മാവ് പറയുന്നത് ദൈവം യോജിപ്പിച്ചതിനെ ഒരു ശക്തിയും തിരിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരു ശക്തിക്കും മാറ്റാൻ സാധിക്കത്തില്ല. അതെല്ലാം മാറ്റുന്നു എങ്കിൽ ദുഷ്ടനെ വെട്ടിമാറ്റി ആത്മാവിൻ്റെ ശക്തിയിൽ ദൈവം ജയമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ ദൈവം തോറ്റതായിട്ട് നമ്മുടെ വേദപുസ്തകത്തിൽ എങ്ങും നമ്മൾ വായിച്ചിട്ടില്ല. അതുകൊണ്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ആദ്യം ഉടമ്പടി എടുക്കേണ്ടത്, എന്ത് വന്നാലും ഞങ്ങൾ അന്യോന്യം വഴക്കുണ്ടാക്കത്തില്ല. ഓൾ അവർ പ്രോബ്ലം, അതാണ് നമ്മുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മുടെ ദൈവത്തോട് കടന്നു എന്ന് പറഞ്ഞു കൊടുക്കും. ഒരിക്കലും ദേഷ്യമുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ വെക്കാതെ. ഇതിനൊക്കെ പ്രാർത്ഥനാ ജീവിതം വളരെ പ്രധാനമാണ്. ഡിവോഴ്സ് നടക്കുന്ന ഏതൊരു കുടുംബം അച്ചട്ടായിട്ട് എനിക്ക് പറയാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വിടുതൽ,
വിടവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഈ ലീക്ക് ഇൻ ദി യൂണിയൻ, അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ യോജിപ്പിൽ നിന്ന് അകൽച്ച വരുന്നതിൻ്റെ കാരണം ഇറ്റ്സ് നോട്ട് ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്നല്ല അത് വരുന്നത്. കുറേ കാലങ്ങൾ കൊണ്ടാണ് അത് ചെറുത് കൂടുക. അത് ആദ്യമേ തന്നെ അറിഞ്ഞ് അത് ഹീൽ ചെയ്യുന്നതിന് പകരം അത് വിള്ളലാക്കി വിടവാക്കി പിന്നെ ഡിവോഴ്സ് കേസും കൂടെ കൊടുക്കും. പിന്നെ മനുഷ്യൻ അന്യോന്യം വിദ്വേഷമുള്ളവരായി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നവരായി മാറുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ ഷുഖറാനാദി മഖുറാന ദലസീറ മഖുറാനാദീനോ യശോ ഖുറാന ദസലമറ ഖുറാനാദി സിബു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനായ ദൈവം പറയുന്നു, ഞാനൊരു വലിയ വിടുതൽ അയക്കാൻ പോവുകയാണ് ഈ ഏരിയയിൽ. അനേക കുടുംബങ്ങൾ, അനേക അപ്പനമ്മമാർ മറ്റുള്ളവരോട് പറയാതെ അവരുടെ ഹൃദയത്തിൽ നെഞ്ചിനകത്ത് വേദനയുമായിട്ട് നടക്കുന്ന അനേക അപ്പന്മാരുടെ ദുഃഖം അബ്രഹാമിൻ്റെ കരച്ചിൽ പോലെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. എഖ്റാന ദസ്സ രഖ എഖ്റാന ഷു എഖിലബദസീന ആമെഖ്റാന ദല സി ദുഷ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിട്ട് അമിത ശക്തിയോടെ ഈ വിഷയത്തിൽ പുതിയ വാതിൽ തുറക്കുമെന്നും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അതിശയം ഈ ഏറിയാൽ ദൈവം ചെയ്യും. ദൈവം കുടുംബങ്ങളെ സ്ഥിരപ്പെടുത്താൻ പോകുന്ന ഒരു വർഷമായിട്ട് 2024 യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മാവ് എഴുന്നള്ളി വന്നതിന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. വളരെ വേദനയോടിരിക്കുന്ന അനേക മക്കളുടെ നെഞ്ചിനകത്തെ ഭാരം അടിയനെ ഫീൽ ചെയ്യുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒത്തിരിയും അപ്പന്മാരുടെ ദുഃഖം നീ കണ്ടിരിക്കുന്നുവെന്ന് വീണ്ടും എന്നോട് ഇപ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അതേ, ഞാൻ അവരെ മാനിക്കാൻ പോകുന്ന ദൈവമാണ്. ഞാൻ അവരെ മാനിപ്പിക്കുമെന്ന് ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ അവരെ മെശ്ശയൊരുക്കുന്നു. കർത്താവേ, നീ ഇതുവരെ നിൻ്റെ മുതുക് നീ മറ്റുള്ളവർക്ക് ചവിട്ടുവാൻ നീ അനുവദിച്ചുവെങ്കിൽ ഇന്നു മുതൽ നീ നിൻ്റെ മുതുക് നൂർന്ന് നടക്കുമെന്നും ശത്രുവിൻ്റെ തല നീ തകർക്കുമെന്നും വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ നീ പറയുന്ന ആശ്വസിപ്പിക്കുക എൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചു കൊള്ളാൻ നീ പറഞ്ഞല്ലോ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെയൊക്കെ ശാപവും പാപവും അഴിച്ചു മാറ്റിയെന്ന് വ്യക്തമായിട്ടും പരിശുദ്ധാത്മാ വിളിച്ചു പറഞ്ഞിട്ട്, ഇതാ ഞാൻ നിനക്ക് ഒരു പ്രതിഫലവും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ പ്രതിഫലവും ദൈവത്തിൻ്റെ ഒരു ആത്മീയ പകർച്ചയും ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അനേക കുടുംബങ്ങൾക്ക് കുടുംബജീവിതത്തിൻ്റെ ശാപം അഴിച്ചു മാറ്റാനായിട്ട് പ്രധാന ദൂതനെ അയക്കുകയാണ് ഈ സമയത്ത്. ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു വന്നിട്ട് ഓരോ ഭവനങ്ങളിലും കർത്താവിൻ്റെ ആ വെളുത്ത കുതിര കയറി ഇറങ്ങി, ദൈവദൂതന്മാർ കയറി ഇറങ്ങിയിട്ട് ഓരോ ഭവനങ്ങളിലുള്ള ദുരാത്മാവിൻ്റെ ദുഷ്ടശക്തികളെ ആടിച്ചു മാറ്റിയിട്ട് വേലി കെട്ടി കുടുംബത്തെ സ്ഥിരപ്പെടുത്തി ആത്മാവിൽ കുടുംബത്തെ ദൈവം സ്ഥാപിച്ച കുടുംബമെന്ന് പറിച്ചൊല്ലി ഓരോ കുടുംബത്തിനെയും നെറ്റിക്കപ്പച്ചൻ മുദ്രയിടുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്ന നാഥൻ. അനേക മക്കൾ മാറിയിരിക്കുന്നവർ ഒന്നിച്ചു ചേരുന്ന വർഷമാണ് 2024. അതേ അടിയൻ അത് കേൾക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പച്ചൻ്റെ ശബ്ദം വ്യക്തമായിട്ടും കൂടെ നിൽക്കുന്നതിന് സ്തോത്രം. കൂടെ നിന്ന് എന്നെ കൊണ്ട് വചനം പറയിപ്പിക്കുമ്പോൾ ദൂത് കൂടെ തരുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.